വിമാനയാത്രക്കാരുടെ പോക്കറ്റിനെ നേരിട്ട് സ്വാധീനിക്കുന്ന സുപ്രധാനമായ ഒരു നയപ്രഖ്യാപനമാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന ടിക്കറ്റ് നിരക്ക് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. മുൻപ് വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിത തടസ്സങ്ങളും അതുവഴി ടിക്കറ്റ് വില കുതിച്ചുയർന്നതും തടയാനായിരുന്നു സർക്കാർ ഇടപെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വിപണി പഴയ പ്രതാപം വീണ്ടെടുത്തതായിട്ടാണ് ഔദ്യോഗിക വിലയിരുത്തൽ. ഈ പുതിയ മാറ്റം വിമാന കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതിനൊപ്പം യാത്രക്കാർക്കിടയിൽ വലിയ ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. പ്രവാസികൾക്കും സ്ഥിരം യാത്രക്കാർക്കും ഈ തീരുമാനം വലിയ തോതിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ ആഭ്യന്തര വിമാന യാത്രക്കാർക്ക് വലിയ സ്വാധീനം ചെലുത്തുന്ന നിർണായകമായ ഒരു തീരുമാനമാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. വിമാന ടിക്കറ്റ് നിരക്കുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ വിപണിയിലെ മത്സരത്തിനനുസരിച്ച് നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് തിരികെ ലഭിച്ചു. ചില പ്രതിസന്ധികളെയും സർവീസ് തടസ്സങ്ങളെയും തുടർന്നായിരുന്നു യാത്രക്കാരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാർ വില നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ വിമാന സർവീസുകൾ ഇപ്പോൾ പൂർണ്ണമായും സാധാരണ നിലയിലായ സാഹചര്യത്തിലാണ് ഈ സുപ്രധാന നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. വിദേശത്തു നിന്നും എത്തുന്ന പ്രവാസികൾക്കും രാജ്യത്തിനകത്ത് യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ ബാധകമാകുന്ന ഈ മാറ്റം ടിക്കറ്റ് വിപണിയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളുടെ ടിക്കറ്റ് നിരക്കിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണമാണ് പിൻവലിക്കാൻ തീരുമാനമായത്. ഇതോടെ UAE-യിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന പ്രവാസികൾക്കും നാട്ടിലെത്തി തിരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾ എടുക്കുന്ന യാത്രക്കാർക്കും ഈ പുതിയ മാറ്റം ബാധകമാകും. വിമാന കമ്പനികൾക്ക് വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം തിരികെ ലഭിക്കുകയാണെന്ന് ചുരുക്കം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻഡിഗോ പോലുള്ള വലിയ വിമാന കമ്പനികളുടെ സർവീസുകൾ തടസ്സപ്പെട്ടതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സാധാരണക്കാരായ യാത്രക്കാരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. ഈ അസാധാരണ സാഹചര്യം നിയന്ത്രിക്കാനാണ് 2025 ഡിസംബർ 6-ന് കേന്ദ്ര സർക്കാർ വിമാന നിരക്കുകൾക്ക് ഒരു പരിധി നിശ്ചയിച്ചത്. വിമാന കമ്പനികൾക്ക് ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ യാത്രക്കാരിൽ നിന്ന് ഈടാക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് അറിയിക്കുകയായിരുന്നു. പരിമിതമായ സർവീസുകൾ മാത്രമുള്ള സമയത്ത് യാത്രക്കാരെ അമിത ചാർജിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നു സർക്കാർ അതുവഴി ലക്ഷ്യമിട്ടത്. നിലവിൽ പുറത്തു വന്ന ഏറ്റവും പുതിയ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം വിമാന സർവീസുകൾ ഇപ്പോൾ പഴയപടിയായിട്ടുണ്ട്. റദ്ദാക്കിയ സർവീസുകൾ പുനഃസ്ഥാപിക്കുകയും വിമാന കമ്പനികൾ സാധാരണ നിലയിൽ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തതോടെ വ്യോമയാന മേഖല സ്ഥിരത കൈവരിച്ചു എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വിപണി സുരക്ഷിതമായ സാഹചര്യത്തിലാണെന്നും ഇനി നിരക്ക് നിയന്ത്രണം തുടരേണ്ടതില്ല എന്നുമാണ് സർക്കാർ തീരുമാനിച്ചത്. മാർച്ച് 23 മുതൽ വിപണിയിലെ ആവശ്യകതകളെയും സീറ്റുകളുടെ ലഭ്യതയും അനുസരിച്ച് വിമാന കമ്പനികൾക്ക് നിരക്കുകൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഇത് വിമാന കമ്പനികൾക്കിടയിൽ മത്സരം ഉണ്ടാക്കുമെന്നും ചിലപ്പോൾ കുറഞ്ഞ നിരക്കുകൾ ലഭ്യമാകാൻ കാരണമാകുമെന്നുമൊക്കെയാണ് പ്രതീക്ഷ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ പലപ്പോഴും കൊച്ചിയിലോ കരിപ്പൂരിലോ ഇറങ്ങിയ ശേഷം ഡൽഹി, മുംബൈ, ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ആഭ്യന്തര വിമാന കമ്പനികളെയാണ് കൂടുതലായും ആശ്രയിക്കാറുള്ളത്. എന്നാൽ നിരക്ക് പരിധി പിൻവലിക്കുന്നതോടെ അവധിക്കാലത്തോ ഉത്സവ സീസണുകളിലോ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ ഒരുപക്ഷെ വലിയ വർധനവ് തന്നെ നേരിട്ടേക്കാം. അതേസമയം തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ വിമാന കമ്പനികൾ ആകർഷകമായ ഓഫറുകൾ നൽകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനാൽ പ്രവാസികൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവസാന നിമിഷം ടിക്കറ്റ് എടുക്കുന്നത് ഇനി മുതൽ പോക്കറ്റ് ചോർത്തലിന് ഇടയാക്കും. കൂടാതെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വിമാന കമ്പനികൾക്ക് നൽകുന്നുണ്ടെങ്കിലും സർക്കാർ അവർക്ക് കർശനമായ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യാത്രക്കാരുടെ താല്പര്യങ്ങളെ മാനിക്കാത്ത രീതിയിൽ അന്യായമായ നിരക്ക് വർധനവ് ഒരിക്കലും ഉണ്ടാകരുതെന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തിയ ശേഷം മറ്റു മെട്രോ നഗരങ്ങളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിക്കുന്ന പ്രവാസികൾക്ക് ഈ തീരുമാനം ഒരു സമ്മിശ്ര ഫലമായിരിക്കും നൽകുക. ഉത്സവ സീസണുകളിലും അവധിക്കാലത്തും നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഇനി മുതൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. സീറ്റുകളുടെ ലഭ്യത കുറയുന്ന സമയങ്ങളിൽ വിമാന കമ്പനികൾ നിരക്ക് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങും ബുക്കിങ്ങും അനിവാര്യമാണ്. ടിക്കറ്റ് നിരക്കുകൾ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം കമ്പനികൾക്ക് ലഭിക്കുന്നത് വിപണിയിൽ മത്സരത്തിന് വഴിവെക്കും.